ചരിത്രത്താളുകളിൽ പരാജയങ്ങളുടെ കഥകൾ മാത്രം എഴുതി ചേർക്കപ്പെട്ടിരുന്ന ശ്രീകണ്ഠീരവിയുടെ മണ്ണിലേക്ക് വിജയചരിത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും യാത്ര തിരിച്ചിരുന്നത്. മഞ്ഞപുതച്ച ബംഗളൂരുവിലെ അന്തരീക്ഷവും അന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ആധിപത്യം വ്യക്തമായി വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ ഗാലറി നമുക്ക് അനുകൂലമായിരുന്നുവെങ്കിലും ചരിത്രത്തിൽ മാത്രം മാറ്റമുണ്ടായില്ല. നിശ്ചിത സമയത്തിന്റെ അവസാന മിനിറ്റിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കും വിധം ഹാവി ഹെർണാണ്ടസിന്റെ ഗോൾ വരുന്നത്. തലതാഴ്ത്തിയായിരുന്നു ഇത്തവണയും പുറത്തിറങ്ങിയതെങ്കിലും അഭിമാനത്തോടെ തന്നെയായിരുന്നു മടക്കയാത്ര. കാരണം ഓരോ നിമിഷവും നമ്മുടെ ടീം വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത വിധം പോരാടിയിരുന്നു, പൊരുതി തന്നെ കളിച്ചിരുന്നു. തോൽവിയുടെ നിരാശയിലും നമുക്ക് ആശ്വാസമേകിയതും ഇതേ പോരാട്ട വീര്യം തന്നെയാണ്. തോറ്റാലും അവർ പൊരുതി തന്നെയല്ലേ തോറ്റത്. വീട്ടിത്തീർത്ത പ്രതികാരങ്ങൾക്ക് പിന്നാലെ ഇനിയും നമ്മൾക്ക് പോവേണ്ടതില്ല. തുടക്കം കുറിച്ച വാക്കുവാദങ്ങൾക്ക് മറുപടി നൽകാൻ ഇനിയും അവസരങ്ങൾ നമുക്ക് മുന്നിൽ കിടക്കുന്നുമുണ്ട്. നിലവിൽ നമുക്ക് മുന്നിലുള്ള ലക്ഷ്യം മാത്രം മുൻനിർത്തി സഞ്ചരിക്കാം. യഥാർത്ഥ പോരാട്ടങ്ങളെയും യഥാർത്ഥ എതിരാളികളെയും ഇനിയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. വരാനിരിക്കുന്ന മത്സരങ്ങളെ ശക്തമായി നേരിടുക, പ്ലേ ഓഫ് ഘട്ടത്തിലേക്ക് ശക്തമായി കടന്നു ചെല്ലുക എന്നത് തന്നെയാണ് നിലവിലെ പ്രധാന ലക്ഷ്യവും. നേരിടാവുന്നതിൻ്റെ ഏറ്റവും വിഷമഘട്ടത്തിലൂടെ കടന്നു ചെന്നിട്ടും ഒരു പരിധിവരെയെങ്കിലും അതിനെ അതിജീവിക്കാൻ നമ്മുടെ ടീമിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന വെല്ലുവിളികളെയും ഈ ടീമിന് അതിജീവിക്കാൻ സാധിക്കും. ഏതു പ്രയാസഘട്ടത്തിലും ഒരിക്കലും നിലക്കാത്ത ആഹ്ലാദാരവങ്ങളാൽ പിന്തുണ നൽകുന്ന ഈ ആരാധക കൂട്ടം കൂടെയുള്ളപ്പോൾ അവർ ശക്തമായി തന്നെ ഇനിയും അങ്ങോട്ട് മുന്നേറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവർക്ക് പുറകിൽ അവരുടെ കരുത്തായി നമുക്ക് ഇനിയും അണിനിരക്കാം. വിജയമോ തോൽവിയോ എന്തുമാവട്ടെ അവരെ നമുക്ക് പിന്തുണക്കാം. സ്വപ്നം കാണുന്ന ആ കനക കിരീടം കയ്യിലെത്തും വരെ നമുക്ക് പോരാട്ടം തുടരാം. അതെ, നേരം രണ്ടു വിധത്തിൽ തന്നെയാണ്. ഒന്ന് നല്ല നേരവും മറ്റൊന്ന് ചീത്ത നേരവും. ചീത്ത നേരങ്ങൾക്ക് ശേഷം നല്ല നേരം വരിക തന്നെ ചെയ്യും.